അങ്ങനെ ഫൈനലി പൾപ്പ് ഫിക്ഷനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോ. Okay, Oh my God, Jonah! Get up here! Look. Let's dance! Let's dance! 1994 അന്ന് വരെ ഇറങ്ങിയ എല്ലാ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഇറങ്ങിയ സിനിമയാണ് പൾപ്പ് ഫിക്ഷൻ. ക്വിൻ്റിൻ ടാരന്റിനോയുടെ രണ്ടാമത്തെ സിനിമ ഉണ്ടാക്കിയ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഒരുപാട് വലുതായിരുന്നു. സാമുവൽ എൽ ജാക്സൺ, ജോൺ ട്രവോൾട്ട, ഉമാ തുറമൻ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ഹോളിവുഡിലെയല്ല ലോക സിനിമയിൽ തന്നെ ടോപ്പ് 10-ൽ ഉൾപ്പെടുന്നതാണ്. ഡയലോഗ്സ്, നോൺ ലീനിയർ സ്ക്രീൻ പ്ലേ, വയലൻസ്, ക്യാരക്ടേഴ്സ്, ക്രേസി വേൾഡ്, അങ്ങനെ പൾപ്പ് ഫിക്ഷൻ സ്പെഷ്യലാകുന്നത് ഒരുപാട് കാര്യങ്ങളിലാണ്. ബട്ട് ഇൻ ഡെപ്ത് ആയിട്ട് എന്തൊക്കെയാണ് പൾപ്പ് ഫിക്ഷനെ ഒരു മസ്റ്റ് വാച്ച് ആക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വാട്ട് ഡിഡ് ഇറ്റ് ഡു ഡിഫറൻ്റ്ലി? പൾപ്പ് ഫിക്ഷൻ ഇറങ്ങിയ സമയത്തുള്ള സിനിമകൾ കൂടുതലും റിയൽ വേൾഡ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഈ ടോപ്പിക്കുകളെ ചർച്ച ചെയ്യുന്ന സിനിമകളായിരുന്നു. ക്ലാസി യൂറോപ്യൻ മൂവീസായിട്ടുള്ള ബേൺ ടു ബൈസൺ, 3 കളർ റെഡ് ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങിയ ഒരു കാലത്ത് ഒരു സിനിമാറ്റിക് റെവല്യൂഷൻ തന്നെയായിരുന്നു പൾപ്പ് ഫിക്ഷൻ കൊണ്ടുവന്നത്. പല സിനിമകളും റിയലിസ്റ്റിക് ആവാൻ നോക്കുമ്പോൾ പൾപ്പ് ഫിക്ഷൻ ഫെൽറ്റ് ലൈക്ക് എ ട്രാഷ് മൂവി. അത് തന്നെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ കണ്ടുമടുത്ത കഥയും കഥാപാത്രങ്ങളും പൾപ്പ് ഫിക്ഷനിലുണ്ട്. വിൻസെൻ്റ് ജൂൾസ് എന്ന 2 അസാസിൻസ്, ഗ്യാങ്സ്റ്ററായിട്ടുള്ള മാർസെല്ലസ്, അദ്ദേഹത്തിൻ്റെ വൈഫ് മിയ, ബുച്ച്, എ ബോക്സർ വിത്ത് പ്രൈഡ്, വിൻസ്റ്റൺ വോൾഫ്, ഇവരുണ്ടാക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിൽ വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന ഒരാൾ. സോ ഇതെല്ലാം നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടതാണ്. ഇതുകൂടാതെ പഴയ സിനിമകളിൽ നിന്നുള്ള എൻലെസ് റെഫറൻസസ്, അങ്ങനെ ഒരു കൾച്ചറിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്ത പടം കൂടിയാണ് പൾപ്പ് ഫിക്ഷൻ. പിന്നെ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ഓൾഡ് മൂവീസിൽ നിന്നും എടുത്തതാണ്. പല സോങ്സും എന്താ പറയുക, ഓൾഡ് മൂവീസിൽ നിന്നും എടുത്തത് ഈ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സ് പാടുകയോ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിലെ വയലൻസ് എടുത്താൽ അത് എക്സ്ട്രീമാണ്. ഇൻ മൈ ഒപ്പീനിയൻ വയലൻസ് ഒരു സിനിമാറ്റിക് ടൂളാക്കിയത് ടാരന്റിനോ ആണ്. വയലൻസിനെ പലരും കുറ്റം പറയുമ്പോഴും ആ ഒരു വയലൻസിലേക്ക് എത്തുന്ന ഒരു ബ്രേക്കിംഗ് പോയിൻറ്റിനെ ടാരന്റിനോ എഴുതുന്ന ഒരു രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഒരു സ്പെഷ്യലാക്കി മാറ്റുന്നത്. പൾപ്പ് ഫിക്ഷൻ ഇത്ര സ്പെഷ്യലാക്കുന്നത് ടാരന്റിനോ ഡസൻ ക്രിയേറ്റഡ് എനിത്തിങ് ന്യൂ. ഹി റീമിക്സ്ഡ് ഓൾ എക്സിസ്റ്റിംഗ് സ്റ്റഫ് ആൻഡ് ക്രിയേറ്റഡ് എ മൂവി വേൾഡ്. ഇത് പുതിയൊരു ആർട്ടിസ്റ്റിക് അപ്രോച്ചിനാണ് തുടക്കം കുറിച്ചത്. ഇറ്റ്സ് കാൾഡ് പോസ്റ്റ് മോഡേണിസം. ഒരു മെയിൻ സ്റ്റോറിക്ക് പകരം ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസിനെ ഡിഫറെൻറ്റ് ജോണേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ വെച്ച് കണക്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് പൾപ്പ് ഫിക്ഷനുള്ളത്. ഇതൊരു ഗ്യാങ്സ്റ്റർ, മ്യൂസിക്കൽ റൊമാൻസ്, ഹൊറർ, ക്രൈം അങ്ങനെ എല്ലാ ജോണറും കൂടി അറ്റ് എ ടൈം പറയുന്നൊരു മൂവിയാണ്. പല സീനും ഓൾഡ് മൂവീസിൽ നിന്നും പക്കാ കോപ്പി അടിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഒരു ബ്രീഫ് കേസിൽ നിന്ന് ആ ഒരു ഗ്ലോ അടിക്കുന്ന ഒരു സീൻ കിസ് മീ ഡെഡ്ലി എന്ന് പറയുന്ന മൂവിയിൽ നിന്നാണ്. ബുച്ചും മാർസലസിനെ കാണുന്ന ആ ഒരു സീന് അത് ഹിച്ച്കോക്കിൻ്റെ ടൈംലെസ് ക്ലാസിക് ആയിട്ടുള്ള സൈക്കോയിൽ നിന്നും എടുത്തതാണ്. മിയ വിൻസെൻ്റ് ഐക്കോണിക് ഡാൻസ് പല പോപ്പ് കൾച്ചറും പല ഓൾഡ് മൂവീസിൽ നിന്നുള്ള പ്യുവർ കോപ്പിയാണ്. ഇപ്പോൾ ബാറ്റ്മാൻ്റെ ഓൾഡ് TV സീരീസ്, ഫെലിനിയുടെ ക്ലാസിക് 8.5 ഇങ്ങനെയുള്ള സീൻസിൽ നിന്നും എടുത്ത ഒരു ഇൻസ്പയർ ചെയ്തെടുത്തതാണ് ആ ഒരു ഡാൻസ് സീന്. ടാരന്റിനോനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു അൾട്ടിമേറ്റ് മാഷപ്പാണ് പൾപ്പ് ഫിക്ഷൻ. അടുത്തതാണ് ഡയലോഗ്സ്. പൾപ്പ് ഫിക്ഷനെ ഐക്കോണിക് ആക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഡയലോഗ്സ്. ഇതിലെ ഭൂരിഭാഗം ക്യാരക്ടേഴ്സും ക്രിമിനൽസ് ആണെങ്കിലും അവരുടെ ഡയലോഗിൽ നിന്നും നമുക്ക് അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ 2 ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന പോലെയാണ് ഇവർ ആ ഒരു ക്രൈം ചെയ്യുന്നതിന് മുമ്പുള്ള സീനുകളിൽ സംസാരിക്കുന്നത്. ഓരോ ഡയലോഗും പർപ്പസ്ഫുള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ക്യാരക്ടേഴ്സിന് ഒരു പുതിയ ലെയർ കൊടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പല സീനും ഡയലോഗ് ഡ്രിവൺ ആണ്. പ്ലോട്ട് മൂവ് ചെയ്യാത്ത വേറെ ഒരു സിനിമയിലായിരുന്നെങ്കിൽ ഇതെല്ലാം കട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് വെച്ചത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതിയത് തന്നെയാണ് പൾപ്പ് ഫിക്ഷനെ സ്പെഷ്യലാക്കുന്ന മറ്റൊരു കാര്യം. പലർക്കും ഈ ഡയലോഗ്സ് ബാഡായി തോന്നാം. എന്തിനാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത് എന്നൊക്കെ തോന്നാം. ബട്ട് ടാരന്റിനോ മേക്സ് ഇറ്റ് എ ക്ലാസിക്. ഓരോ ഡയലോഗും ക്യാരക്ടേഴ്സിൻ്റെ മോട്ടീവ്, ട്രെയ്റ്റ്, വേൾഡ് വ്യൂ, പേഴ്സ്പെക്റ്റീവ് അങ്ങനെ
പല കാര്യങ്ങൾ നമുക്ക് സട്ടിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഡയലോഗ്സ് തന്നെയാണ് പൾപ്പ് ഫിക്ഷൻ്റെ ഫൗണ്ടേഷൻ. അടുത്തത് ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ഈവിൽനെസ്. പൾപ്പ് ഫിക്ഷൻ വേൾഡിലെ ക്യാരക്ടേഴ്സ് ഈവിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മോട്ടിവേറ്റഡ് ആകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. അത് കാഷ്വൽ വയലൻസ് ആയിരിക്കാം, ഗ്രീഡ് ആയിരിക്കാം, ക്രൈംസ് അഗെയിൻസ്റ്റ് ക്രിമിനൽസ് ആയിരിക്കാം. ബട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു കോമൺ നേച്ചറായിട്ട് കാണാൻ പറ്റും. സോ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഈവിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നത് സ്വയം ഈവിലാകാതെയാണ്. അതായത് ഇതിലെ ഓരോ ക്യാരക്ടറും മനുഷ്യന്മാരാണ്. അവർ ചിരിക്കുന്നതും കരയുന്നതും ദേഷ്യപ്പെടുന്നതും നമുക്ക് കാണാം. അവർ ആരെയാണോ കൊല്ലുന്നത് അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അവർ ഇതൊരു പ്രൊഫഷനായിട്ട് മാത്രമാണ് കാണുന്നത്. അല്ലാതെ അവർ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ അവരുടെ ഒരു വേ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നത്. പിന്നെ ഗ്യാങ്സ്റ്റർ, അസാസിൻ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ഈവിലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ രണ്ട് തൊഴിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യേണ്ടി വരും. അവർക്കൊരു സമാധാന ചർച്ചയിൽ ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല. കാരണം അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത് അവർ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്നാണ്. സോ പൾപ്പ് ഫിക്ഷനിലെ ഓരോ ക്യാരക്ടേഴ്സും അവർ ഏതോ ഒരു സമയത്തെടുത്ത റോങ് ചോയ്സസ് കാരണം റോങ് പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് സിനിമയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിലും കാണാം. ആദ്യം നമുക്ക് ജൂൾസും വിൻസെൻറ്റിനെയും നോക്കാം. അവർ കാഷ്വൽ കോൺവെർസേഷനിൽ ഏർപ്പെടുന്നുണ്ട്. നോർമലായിട്ട് നമ്മൾക്കിടയിലുള്ള ആളുകളായിട്ട് നമുക്കവരെ തോന്നും. പക്ഷേ അവർ വർക്കിലോട്ട് എത്തുമ്പോൾ ദേ ബിക്കം ക്രിമിനൽസ്. ജൂൾസ് അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നത് ആദ്യം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടാണ്. പിന്നീട് അവരുടെ ഫുഡ് എടുത്തിട്ട് അവരെ ഹെൽപ്ലെസ് ആക്കി മാറ്റുന്നുണ്ട്. പവർ ഡൈനാമിക്സ് കാഷ്വൽ കോൺവെർസേഷനിലൂടെ അദ്ദേഹം ബിൽഡ് ചെയ്ത് ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ട്രൂ നേച്ചർ കാണാൻ പറ്റും. ജൂൾസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ആ പയ്യന്മാർ മാർസെല്ലസിൻ്റെ പണിക്കാരാണ്. അവർ മാർസെല്ലസിനെ ചതിച്ചത് കാരണമാണ് അവർ മരിക്കേണ്ടത് എന്നാണ് ജൂൾസ് കരുതുന്നത്. ഇഫ് യു പ്ലേ വിത്ത് മാച്ചസ് യു ഗെറ്റ് ബേൺഡ്. മാർവിനായാലും ആ പയ്യന്മാരായാലും അവർ ഈ ക്രിമിനൽ വേൾഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ദേ ചൂസ് ദിസ് പാത്ത്. സോ അവർ തന്നെ ഈ പെയിൻ അനുഭവിക്കണം. മാർവിനെ കൊന്നത് ആക്സിഡൻ്റ് ആയാൽ കൂടി സൈക്കോപാത്തുകളെ പോലെ അവരതിൽ സന്തോഷിക്കുന്നില്ല. പകരം അത് ക്ലീൻ ചെയ്യുന്നതും അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഗിൽട്ടൊന്നുമില്ല. കാരണം ഗിൽട്ടായിക്കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് ക്യാരക്ടറാവും. അവർ അസാസിൻസാണ്, അവരിതുപോലെ ഒരുപാട് അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ടാവും. സോ അവർ ഗിൽട്ടൊന്നും ഏർപ്പെടുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായതിൽ അവരൊരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം നിന്ന് സോൾവ് ആകാൻ വേണ്ടി അവർ ഒരുപാട് മെനക്കെടുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ജൂൾസും വിൻസെൻറ്റിൻ്റെയും കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാഷ്വൽ വയലൻസാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ഈവിലായിട്ടുള്ള ഈ കാര്യങ്ങളിലെ കാഷ്വൽനെസ്സിൽ ഒരുപാട് എക്സ്പോസ് ആയിപ്പോയി. അതായത് അവർ അസാസിൻസാണ്. സോ അവർക്ക് ഈവിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, അത് അവരുടെ ഒരു പ്രൊഫഷനാണ് എന്നുള്ളൊരു തോട്ടാണ് അവരെ ഈവിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മോട്ടിവേറ്റ് ആകുന്നത്. അതല്ലാത്ത സമയം അവർ നോർമലായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ പറയുക, ഒരു ഡിന്നർ കോൺവെർസേഷൻ, അതേപോലെ തന്നെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കോൺവെർസേഷനിലും നമുക്ക് നമ്മുടെ ഇടയിലുള്ള ആൾക്കാരായിട്ട് അവരെ തോന്നും. പക്ഷെ അവർ വർക്കിലോട്ട് എത്തുമ്പോൾ ദേ ആർ അസാസിൻസ്. അടുത്തത് മാർസെല്ലസ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈസ് ഹി ഡൂയിങ് ഇറ്റ് ഫോർ പ്ലഷർ? ഈസ് ഹി എൻജോയിങ് ഇറ്റ്? അതിൻ്റെ ഉത്തരം നോ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ? ഗ്രീഡാണ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ. അദ്ദേഹം ക്രൈംസ് കമ്മിറ്റ് ചെയ്യാൻ കാരണം ഗ്രീഡാണ്. ബുച്ചിനൊരു പണിഷ്മെൻ്റ് അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തിനെ കൊല്ലുമ്പോൾ കിട്ടുന്ന പ്ലഷറിന് വേണ്ടിയിട്ടല്ല. ആ ഒരു പവർ, ആ ഒരു ഫിയറിലൂടെ ആ ഒരു പവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബുച്ചിനെ ഒരിക്കൽ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ ഫിയറും പവറും ആ ഒരു റെസ്പെക്റ്റും പോവും. അത് ബിസിനസ്സിന് ഒരുപാട് ദോഷം ചെയ്യും. ബിസിനസ് വലുതാവണമെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് ഒരിക്കലും പോവാതെ സൂക്ഷിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്രൈംസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താ വെച്ചാൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും. ഇപ്പോൾ മാർസെല്ലസും ബുച്ചും കൂടി ആ ഒരു ഫൈറ്റിനിടയിൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ലേഡി കൊല്ലപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡായിട്ട് വരും. ഇത് അദ്ദേഹത്തെ എന്താ പറയുക, ഒരു ക്രിമിനലാക്കി മാറ്റുക തന്നെ ചെയ്യും. ഈവൺ ദോ
അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ കൂടി അദ്ദേഹം ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് കൊന്നത്. സോ ഇതാണ് അദ്ദേഹത്തെ ഒരു ക്രിമിനലാക്കി മാറ്റുന്നത്. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല. ഹിസ് മെയിൻ മോട്ടിവേഷൻ ഈസ് ഗ്രീഡ് ആൻഡ് ബിസിനസ്. അടുത്തത് വിൻസ്റ്റൺ വോൾഫ്. ഈവിൽ ആക്ടിവിറ്റിയുടെ ഒരു പാർട്ടാണ് അദ്ദേഹം. സർവീസായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ. ഒരുപാട് വയലൻറ്റ് തിങ്സ് കാണുകയും അത് ക്ലീനാക്കുകയും അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ജീവിക്കാൻ വേണ്ടിയാണ്, അത് സാധാ ഒരു തൊഴിലായിട്ടാണ് അതിനെ കാണുന്നത്. അദ്ദേഹം ഡയറക്റ്റ്ലി ഏത് കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്നില്ലെങ്കിലും സൊസൈറ്റി അദ്ദേഹത്തെ കാണുന്നത് ക്രിമിനലായിട്ട് തന്നെയാണ്. അടുത്തതാണ് ബുച്ച്. മറ്റ് ക്യാരക്ടേഴ്സിനെ പോലെയല്ല, അദ്ദേഹം ക്രിമിനൽസിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. വിൻസെൻ്റ് സെൽഫ് ഡിഫെൻസിനാണ് അദ്ദേഹം കൊല്ലേണ്ടി വരുന്നത്. പ്ലഷർ, ബിസിനസ്, ഇത് രണ്ടുമല്ല ബുച്ചിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ക്രിമിനൽ പോലും അല്ല, ബട്ട് ഹീ കമ്മിറ്റ് ക്രൈംസ്. അദ്ദേഹം വിൻസെൻറ്റിനെ കൊല്ലുന്നുണ്ട്. അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി മാർസെല്ലസ് വരുമ്പോഴാണ് ഒരു ഇന്നസെൻ്റ് ലേഡി മരിക്കുന്നത്. സോ അതിനും അദ്ദേഹം റെസ്പോൺസിബിളാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിൻസെൻറ്റിനെ കൊല്ലുമ്പോൾ പോലും അല്ലെങ്കിൽ ആ ഒരു ഇന്നസെൻ്റ് ലേഡി മരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഗിൽട്ട് എന്ന് പറയുന്നത് തോന്നുന്നില്ല. അദ്ദേഹം കൂടുതലും കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡ് വാച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈഡുമാണ്. സോ ബുച്ച് ഒരു ക്രിമിനൽ അല്ല എന്ന് പറയുമ്പോഴും ഹി ഹാസ് ദാറ്റ് ഇൻറ്റൻഷൻ എന്നുള്ളതാണ് പൾപ്പ് ഫിക്ഷൻ കാണിച്ചു തരുന്നത്. സോ എന്താണ് പൾപ്പ് ഫിക്ഷൻ ഉദ്ദേശിച്ചത്? ഈ എല്ലാ ക്യാരക്ടേഴ്സും ഈവിൽ അല്ലെങ്കിലും റോങ് പാത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. അവരുടെ ലോകത്തിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അവർക്ക് ആ ഒരു റോങ് പാത്തിൽ നിന്നും ഒരു റിഡംഷൻ കിട്ടാൻ വേണ്ടി ഒരു സെക്കൻഡ് ചാൻസ് സിനിമയിൽ ഓരോ പോയിന്റിലായിട്ടും അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ടാൾക്കാരെ മാത്രം എടുക്കാം, വിൻസെൻറ്റും ജൂൾസും. അവർ രണ്ടാളും ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ജൂൾസ് മാത്രമാണ് ആ ഒരു തനിക്ക് വന്ന ആപത്തിനെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് റിട്ടയർ ആവുന്നത്. വിൻസെൻ്റ് അതിനെ ആ ഗൗരവത്തിലെടുക്കാതെ വീണ്ടും ആ ഒരു ഈവിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്നത്. സോ സിനിമ റിഡംഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഇത്രയും ക്യാരക്ടേഴ്സിനെ നമ്മൾ അനാലിസ് ചെയ്യുമ്പോഴാണ് എങ്ങനെ അവർക്ക് ഓരോ പോയിന്റിലും റിഡംഷൻ കിട്ടി, ആരൊക്കെ അതിനെ ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.